സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കൃഷ്ണപ്രസാദ്. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ്സിൻ്റെ സംഘടനയുടെ ഭാരവാഹിയും കൂടിയാണ്. നേരത്തെ ഞാനൊരു സർക്കാർ ജീവനക്കാരനും കൂടിയായിരുന്നു. ആ പലതലത്തിലായിട്ട് എൻ്റെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും എന്നെ അറിഞ്ഞിരിക്കും. ഞാനിപ്പോൾ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ പേരിലൊരു വീഡിയോ ചെയ്യുകയാണ്. നമ്മൾ 16ാമത്തെ നമ്മുടെ അസംബ്ലി, കേരളത്തിലെ ഉണ്ടായതിനു ശേഷമുള്ള 16ാമത്തെ അസംബ്ലിയുടെ തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളുണ്ട്, 10-13 ദിവസമുണ്ട്, 1-ാം തീയതിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു സംഘടനാപരമായ നിലപാട് എൻ്റെ ഉൾപ്പെടെ, അതായത് 2001, അതായത് 11ാം ഇലക്ഷന് ശേഷം മുമ്പ് വരുന്ന ഇലക്ഷനിൽ, അന്നത്തെ ഇലക്ഷനിൽ ബഹുഭൂരിപക്ഷത്തോടെ, ഭയങ്കരമായ ഭൂരിപക്ഷത്തോട് അന്നത്തെ UDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിൻ്റെ ലീഡർ ശ്രേയക്ക് ആന്റണിയായിരുന്നു. കഷ്ടമെന്ന് പറയട്ടെ, 2001 മെയ് 17-ന് അദ്ദേഹം എടുത്ത സത്യവാചകം കേരളത്തെ സ്നേഹം കൂടാതെ ഭരിക്കുക എന്നായിരുന്നു. അപ്പോൾ അത് വളരെ സത്യസന്ധമായിട്ട് പേര് സ്നേഹം കൂടാതെ ഭരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൂടാതെ ഇതിൻ്റെ ഭരണത്തിൻ്റെ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ച ഭരണം ഒരു സർക്കാർ ജീവനക്കാരെയാണ്. അവർ പാവപ്പെട്ടവർ 10-32 ദിവസം വഴിയാതാറെ അദ്ദേഹം ആനന്ദിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് പാമ്പി അച്ചക്കണം. ഞാൻ കൂടാതെ ഭരിക്കുകയില്ലേ. പാവത്തിൻ്റെ അത്ര വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമുണ്ട്. പുള്ളി അങ്ങനെ എടുത്തു. ജനാധിപത്യത്തിൽ സ്നേഹം കൂടാതെ എന്ന് സത്യവാചകം എടുത്ത് അങ്ങനെ തന്നെ പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് വെടിവെപ്പും ആദിവാസിയും എല്ലാം ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ഇഷ്യൂസ്, നമ്മൾ സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള ഭയങ്കരമായ ഏറ്റുപെടുന്നു. കേരള ചരിത്രത്തിലുണ്ടാകാത്തത്ര രീതിയിലുള്ള ശക്തിയോടെ കൂടിയാണ് ഭരണകൂടത്തിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാരെ പ്രകോപിച്ച് ഉത്തരവിറക്കിയിട്ട് സമരത്തിൽ നിന്ന് വന്നവരെ അടിച്ചമർത്തുകയും ചെയ്തത്. എല്ലാവിധ രീതിയിലും അടിച്ചമർത്തലാണ്. ജീവനക്കാർ ശമ്പളമില്ലാതെ 10-32 ദിവസം ഇരുന്നപ്പോഴത്തേക്കും തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ ഒരുപാട് ദൂരം നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വാടക കൊടുത്ത് ജീവിക്കുന്നവരൊക്കെ ഭയങ്കരമായി കഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഈ സ്നേഹം കൂടാതെ എന്നുള്ള ഒരു പോളിസി ഉള്ളതുകൊണ്ട് 1 ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല, അടിച്ചപ്പുറത്ത് തന്നെ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്രട്ടറി ജീവനക്കാർ കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ സത്യവാചകത്തൊക്കെ ഒരു ആക്രമിക്കാൻ തീരുമാനിച്ചു. ഭരണഘടന എന്ന് പറഞ്ഞ പുള്ളി ഒരു സാധനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സ്നേഹം കൂടാതെ ഭരിക്കുക. അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മളത് വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. കോടതി പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനക്കാർക്കുള്ള എല്ലാ ഉത്തരവും പിൻവലിച്ചു എന്ന് ഒരു ഭീമാകാരമായ നുണ അദ്ദേഹം പറഞ്ഞു. അത് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്ത കുറ്റകൃത്യമായതുകൊണ്ട് അദ്ദേഹം നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വിഡ്രോ ചെയ്തില്ല. ആ വിഡ്രോ ചെയ്തില്ല എന്നുള്ള കാര്യം, വിഡ്രോ ചെയ്തു എന്നുള്ള കാര്യവും ഇദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റില്ല എന്നുള്ള ഉത്തരവും സംബന്ധിച്ച് പത്രങ്ങളാരും വിട്ടില്ല. കാര്യം ഈ സ്നേഹം കൂടാതെ ജീവനക്കാരോടും പത്രക്കാരോട് ആ പക്ഷപാതം കൂടാതെ മാറ്റിയിട്ടാണല്ലോ സ്നേഹം കൂടാതെ. പക്ഷപാതത്തോടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുള്ളവർ ആ സാധനം ബ്ലോക്ക് ചെയ്തു. യാദർശികം എന്ന് പറയട്ടെ, എൻ്റെ കൂടെ ജേർണലിസത്തിൽ പഠിച്ച എൻ്റെ സുഹൃത്ത് എന്ന് ഹിന്ദുവിലുണ്ടായിരുന്നു, മിസ്റ്റർ വേണുഗോപാലോ എൻ്റെ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തപ്പോൾ സെക്രട്ടറിയിലെ പ്രമുഖ സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷനൊക്കെ അത് സംബന്ധിച്ച് നോട്ടീസ് ഇറക്കി. പിന്നെ എവിടുന്ന് ഓരോ നിർബന്ധമോ നോട്ടീസൊക്കെ പിൻവലിച്ചു വരാം. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം അത് ഉപയോഗിക്കാതെ അത്
ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. ആ നുണ കിടന്നോട്ട് അവിടെ റെക്കോർഡിൽ കിടക്കട്ടെ എന്ന് അനുവദിച്ചു കൊടുക്കുക ചെയ്തു. അങ്ങനെ ഹൈക്കോടതി റെക്കോർഡിൽ ഇദ്ദേഹം വിസർജിച്ചിട്ടിരിക്കുന്ന ഭീമാകാരമായ നുണ വേറെ ഒരു റെക്കോർഡ് വരെ വിസർജിക്കാൻ തയ്യാറില്ല. ഹൈക്കോടതികളുടെ റെക്കോർഡിൽ തന്നെ ഇദ്ദേഹം വിസർജിച്ചിട്ട നുണ. ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വിസർജിച്ചോടെ അറിയേണ്ടത്. ആ എക്സ്ക്രീഷൻ എടുത്ത് കളയാനായിട്ട് ഒരാളും തയ്യാറായിട്ടില്ല. പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയോ അച്യുതാനന്ദനോ ആർക്കും അത് കൈകൊണ്ട് തൊടാൻ കൊള്ളില്ല എന്ന് പറയുന്നത്. അത്ര നാറിയ ഒരു നുണയാണ്. അതെടുത്ത് കളയണമല്ലോ. ആരെടുത്ത് കളയും? ഇത് അതായത് ലോക അവസാനം വരെ അതങ്ങനെ അവിടെ കിടക്കട്ടെന്നായി. ഈ നമ്മുടെ ഓണറബിളായിട്ട് കോടതിയുടെ നമ്മൾ ഓണറബിൾ എന്നൊക്കെ വിളിക്കാറുള്ളതാണല്ലോ ഈ ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞു. ഭരണഘടനാ കോർട്ടിൽ അതിൻ്റെ റെക്കോർഡിലാണ് കിടക്കുന്നത്. എന്താണ് വലിയ നുണ? 1000 കോടികളും വരും. അതായത് ഇദ്ദേഹം ഇറക്കിയ 2 ഉത്തരവ്. ഒന്ന് ഡൈസ്റ്റോൺ ഏർപ്പെടുത്തിയത്, മറ്റത് നമ്മൾ സമരത്തെ ബേസ് ചെയ്തതിൻ്റെ ഉത്തരവ് പിൻവലിച്ചു എന്ന് കോടതിയൊക്കെ അവളിപ്പിച്ചു. അത് അവിടെ ഇരിക്കുമ്പോൾ എന്നിട്ട് പുള്ളി തുടരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അന്ന് ഞങ്ങളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് ഈ കോടതിക്ക് നിന്ന് ഏപ്രിൽ 1-നാണ് 2004. ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഉയർത്തുണ്ടാന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഞാൻ നോട്ടീസ് ഇറക്കി. ഇന്ത്യ വിഷനിൽ ഞാൻ പറഞ്ഞു. ആ ഇന്ത്യ വിഷനിൽ റിപ്പോർട്ട് ചെയ്ത 2 പേര് മാതൃഭൂമിയിലുണ്ട്. ഇന്ന് ദേവരാജ് എന്ന് ബാലഗോപാൽ. ഇവർ 2 പേരും കൂടി ചേർന്ന് ആ വീഡിയോ ഇട്ടു. ഒറ്റ പ്രാവശ്യം ഇട്ട് ഓടി ബ്ലോക്ക് ചെയ്തു. ഓരോ പ്രാവശ്യം പറഞ്ഞു ഞാൻ വേറെ നമ്മളുള്ള ഭരണഘടനയൊന്നും അനുസരിക്കാത്തവരുത്തരൊന്നും ഇവിടെ ഭരിക്കേണ്ടതെന്ന്. ഇത് വേണ്ടെന്ന്, ഇതൊന്നും കയറി ഫ്ലാഗ് വഹിച്ചാണ് അർഹതയില്ല. എന്താ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത്? എത്രയോ ആളുകൾ അതിന് വേണ്ടി എന്ത് ത്യാഗങ്ങളിലൂടെയാണ് നമ്മൾ ദേശീയ പതാകയായി മാറുന്നത്. ആ തുണി കഷ്ണങ്ങൾ. ആ വെറും ക്ലോത്തല്ല, അതിനകത്ത് ഒരുപാട് ത്യാഗത്തിൻ്റെ അംശമുണ്ട്. അപ്പം അത് കയറി കൊടുക്കാനായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് നമ്മൾ ശരി കള്ളം എടുക്കേണ്ടത് നമ്മൾ ആവശ്യപ്പെട്ടു. ആഗസ്റ്റ് 15 പറക്കുന്ന അദ്ദേഹം ശക്തിയുള്ള ആളാണ്, ഉയർത്തി. കാട്ടവാളം പോലീസൊക്കെ ഇല്ലേ കള്ളനാണെങ്കിൽ. അപ്പം അങ്ങനെ ഉയർത്തി കഴിഞ്ഞിട്ട് എന്നെ അറസ്റ്റും ചെയ്യില്ല കേട്ടോ. ഞാനിപ്പോൾ എത്ര ഭീകരമായ രീതിയിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ഫ്ലാഗ് ഉയർത്തരുതെന്ന് പറഞ്ഞു. ഒരു പാർട്ടിക്കാരും എന്നെ നിർത്തില്ല. കാരണം അവർക്കൊക്കെ അനുകൂലമാണ്. ഈ പാർട്ടികൾ ഇദ്ദേഹത്തെ അനുകൂലമാണ്. ജനങ്ങളുടെ എൻ്റെ ഭരണഘടനയുടെ ഫ്ലാഗിൻ്റെ ഒപ്പമുണ്ടായത്. അപ്പം അതങ്ങനെ കിടക്കുമ്പോൾ ഈ സംഗതി അന്ന് ഇപ്പോഴും കിടക്കും അവിടെ. ഇപ്പോഴും അത് ഇദ്ദേഹം വിസർജിച്ചിരിക്കുന്ന വലിയ ഗുണമെന്നാണ് കോടതിയുടെ റെക്കോർഡിൽ കിടക്കുക. അത് നമ്മുടെ അന്തസ്സിന് പറ്റിയതാണ്. കേരളത്തിൻ്റെ ഒരു നല്ല ഒരു ജനാധിപത്യ ക്രമമുള്ള രാജ്യമാണ്, സ്റ്റേറ്റായിരുന്നു. അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റേറ്റിൻ്റെ കോടതി കിടക്കുക, ഒരു കോടതിയുടെ റെക്കോർഡിൽ കിടക്കുക. പിന്നീട് വന്ന ജഡ്ജിമാരൊക്കെ ഈ മണം ആസ്വദിച്ചാണ് അവിടെ ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. എന്ത് കഷ്ടമെന്നാലോചിക്കും. ജഡ്ജിയാണ് ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കണമെന്ന് വെച്ചാൽ ഈ നുണയുടെ വിസർജിച്ചിട്ട് നുണയുടെ ചേർന്നിട്ട് വിധി എഴുതുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന അവരൊന്നും അറിയില്ല ഇതിനകത്ത് കിടപ്പുള്ളത്. സ്മെല്ല് കുറച്ച് ഇത് അറിയാവുന്നവർക്കുള്ള സ്മെല്ലടിക്കുള്ളൂ. അപ്പം അങ്ങനെ ആരും അറിയണമെന്ന് കിടക്കുകയാണ്. അങ്ങനെ ഒരു കോടതിയിൽ ഇപ്പോൾ നിയമപരമായ അവകാശമില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അത് ഇതുവരെ ഇപ്പോൾ ഇലക്ഷനാണ്. പിണറായി ഗവൺമെൻറ് വേണമെങ്കിൽ ആ നുണ നേരാക്കാം. ആ ഡേസ്റ്റോണിൻ്റെ തുക ജീവനക്കാർക്ക് കൊടുക്കാം. മാതൃക പെരുമാറ്റച്ചട്ടം ഒന്നും ബാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു അവകാശമായിട്ട് കിടക്കുക കോടതിയിലൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മാതൃക പെരുമാറ്റച്ചട്ടം ഈ സമയത്തും പിണറായി ഗവൺമെൻറ്റിന് ആ ഡേസ്റ്റോൺ ജീവനക്കാർക്ക് കൊടുക്കാം. കാര്യം അത് പുതിയ കാര്യമൊന്നുമല്ല. ഒരു അഹങ്കാരം കാണിച്ചാണ് ഒരു മുഖ്യമന്ത്രി കോടതി കയറി നുണ പറയുക. ആ റെക്കോർഡിൽ കിടക്കുന്നത് ലോക അവസാനം വരെ കിടക്കാൻ അനുവദിക്കണം. സതീശനും ഒക്കെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള അദ്ദേഹമൊക്കെ ഇതറിയേണ്ട കാര്യമാണ്. അദ്ദേഹം വന്നാൽ സുരക്ഷിതമായിട്ടുള്ള ആ നുണ ഇവിടെ കിടക്കട്ടെന്നാണ് പറയുന്നത്.
കോടതി റെക്കോർഡിൽ നുണ കിടക്കുന്നതുകൊണ്ട് എന്താണ് അപമാനമില്ലേ കേരളത്തിൽ? അന്ന് എങ്ങനെ ആ കോടതി വന്ന് ജഡ്ജിക്കൊക്കെ ഉത്തരവ് അത് ഇതവിടെ കിടക്കുമ്പോൾ പിന്നെ എന്തെന്ന് അതിൻ്റെ പുറകിൽ എഴുതി അൾത്താറിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് സത്യമേവ ചെയ്ത്. ജഡ്ജിയുടെ അൾത്താറിൽ പുറകിൽ എഴുതി വെച്ചൊരു സത്യമേവ ചെയ്ത്. കറൻസി നോട്ടിലുണ്ട് സത്യമേവ ചെയ്ത്. നാഷണൽ എംബ്ലത്തിലുണ്ട് സത്യമേവ ചെയ്ത്. പക്ഷെ വലിയൊരു നുണ ഇവിടെ ജഡ്ജിയുടെ പുറകിരിക്കുക. അദ്ദേഹം നുണ സംരക്ഷിക്കേണ്ട ഒരാളായിട്ടാണ് ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും മാറുന്നത്. രാഷ്ട്രീയക്കാർക്ക് അതിനകത്ത് വരാതെ നുണ പറഞ്ഞാകാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു കോടതിക്ക് അൾത്താരയിൽ നിലനിർത്താൻ പറ്റുമോ? അതൊന്ന്. രണ്ട്, ഈ സത്യമേവ ചെയ്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മോട്ടോ ആണ്. അത് വേറെ ആരുമല്ല, പിന്നെ നമ്മുടെ AICC 3 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ. കോൺഗ്രസ് മാന്യമായ പാർട്ടിയായിരുന്നല്ലോ ആന്റണിക്കൊക്കെ മുമ്പ്. ആ പാർട്ടിയിൽ സത്യമേവ ചെയ്ത എന്നുള്ള ഇത് കേരള പാർട്ടിയുടെ മോട്ടോയായും പിന്നീട് രാജ്യത്തിൻ്റെ മോട്ടോയായി ലക്ഷ്യം. അത് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുക. മദൻ മോഹൻ മാളവിയാണ് ഈ സത്യമേവ ചെയ്ത എന്നുള്ള കാര്യം ദേശത്തിൻ്റെ മോട്ടോ ലക്ഷ്യമാക്കി മാറ്റിയത്. അതിനെതിരെ കലാപം ഉണ്ടാക്കുന്നത് AK ആന്റണി. 2 കോൺഗ്രസ് ചരിത്രമാണ് ഈ പറഞ്ഞത്. ഒന്ന് സ്വാതന്ത്ര്യ സമരകാലത്തുള്ള മഹാനായിട്ട് മദൻ മോഹൻ മാളവിയുടെ കാര്യം, പിന്നീട് ഒരുപാട് ജിമ്മിക്ക് കാണിച്ച് മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ആകാൻ നടന്ന ആളാണ് പുള്ളി. ഇതുപോലെ ഒരുപാട് തട്ടിപ്പാട് കിട്ടും. അവസാനത്തെ തട്ടിപ്പാണ് വെളിയിൽ കൊണ്ടത്, നുണ പറഞ്ഞ്. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് ഈ സത്യമേവ ചെയ്തെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം. എന്നാലേ പുള്ളിയുടെ കറൻസിയിലുള്ളതുകൊണ്ട് ഇടയ്ക്ക് പുള്ളി ഭയങ്കര വിവാഹകരമായ പെൻഷൻ വാങ്ങിക്കാനുള്ള. അപ്പോൾ ഒരുപാട് കറൻസി ഇങ്ങനെ വരുമ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷത്തോട് കറൻസി നോക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരും. ഈ സത്യമേവ ചെയ്തെന്നുള്ള എല്ലാ കറൻസിയിലും ഉണ്ട് ഇന്ത്യയുടെ മോട്ടോവാണ്, നമ്മുടെ മോട്ടോവാണ്. അത് ജനകീയമാവേണ്ട കാര്യമാണ്, അത് സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഈ പിന്നെ എങ്ങനെ വന്നു, സത്യമേവത്തെ എവിടുന്ന് വന്നു, അത് ഏതാണ് പിന്നെ അദ്ദേഹം നമ്മുടെ ഉപനിഷത്തുകളിലുള്ളതാണ്. ഏതാണ് മുണ്ടകോപനിഷത്ത്, അതിൻ്റെ അകത്തുള്ള 6ാമത്തെ ശ്ലോകമാണ്. അതിൻ്റെ അതിൻ്റെ പിന്നെ 1ാമത്തെ ഖണ്ഡത്തിൽ 3ാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണ് ഈ ആ ശ്ലോകം. അത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഉപനിഷത്തുകളെയൊക്കെ ആക്രമിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഉപനിഷത്തുകൾ. പറഞ്ഞാൽ എല്ലാം അംഗീകരിക്കില്ല. ഇത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗം കൂടെയാണ്. ഈ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പോലും BJP പോലും ഈ തൊണ്ടകർക്കും എതിർപ്പില്ല. BJP ഏറ്റവും കൂടുതൽ സനാതന ധർമ്മത്തെ പറയുന്ന ആളുകളാണ്. അവരുടെ ലീഡർഷിപ്പും ആന്റണിയുടെ എല്ലാം കിടക്കട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുക. അതായത് സനാതന ധർമ്മത്തിൽ നിന്ന് വന്നേക്കണമെന്നാണ് സത്യമേവ ചെയ്ത്. സനാതന ധർമ്മത്തെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രീനാരായണ സനാതന ധർമ്മത്തിന് പക്ഷത്തെ ആളായിരുന്നു. അദ്ദേഹത്തെ അതിൽ നിന്ന് വേർപെടുത്താനൊക്കെ പല ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സനാതന ധർമ്മത്തെ ആക്രമിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നടപ്പാക്കാത്തത്. നമ്മുടെ പുരാണങ്ങളിലുള്ള ഉപനിഷത്തിലുള്ള ആ ഇതുണ്ടോ, അതാണ് ഖണ്ഡനോപനിഷത്താണ്. അതിൻ്റെ 4 ഖണ്ഡത്തിൽ 3ാം ഘട്ടത്തിൽ 1ാം പിന്നെ ഖണ്ഡത്തിലുള്ളത് 6ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിനെ എതിർക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് എല്ലാ പാർട്ടികളും എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്രക്കാരൻ സത്യമേവ ചെയ്ത് അങ്ങേറ്റെതിരാണ്. അവർ ഉണേ പറയുള്ളൂ, ഉണ മാത്രമേ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഈ ആന്റണിക്കുള്ള ഭീതി ഒരാൾ കിട്ടില്ല, ഒരു പേപ്പറും. ഫുഡ് സ്റ്റേയിൽ 2000 സാധനം പതുക്കെ അരിച്ച് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഏതാണ്ട് ഒരുപാർക്ക് അറിയാം ഇങ്ങനെ വിധിയണം. അവരങ്ങ് പിടിച്ചു വയ്ക്കുകയല്ലേ. അപ്പം സത്യമേവ ചെയ്തേക്ക് എതിരെയുള്ള ഈ ഗ്രൂപ്പ്,
അതായത് ഇന്ത്യയുടെ ലക്ഷ്യം തന്നെ അതാണെന്നാണ് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ഈ നമ്മുടെ പിന്നെ രാജ്യശില്പികൾ കണ്ടെത്തിയത്. അതിൻ്റെ ഭാഗമാണ് ഖണ്ഡനോപനിഷത്തിൽ ഈ ഭാഗം പിന്നെ ദേശീയ മോട്ടമായിട്ട് ആദ്യം അത് കോൺഗ്രസിൻ്റെ ആക്കി. അങ്ങനെ കോൺഗ്രസിനൊരു മഹത്തായ ചരിത്രമുണ്ട്. ഈ നുണ പറച്ചിലല്ല ഞാൻ ഇതിനോട്ട്, ഒരു മഹത്തായ ചരിത്രവും ത്യാഗവും ഉണ്ട്. ആ ചരിത്രത്തെയും ത്യാഗത്തെയൊക്കെ അവഹേളിപ്പിക്കണം ആൻ്റണിയും മറ്റ് ഇതര രാഷ്ട്രീയക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖണ്ഡനോപനിഷത്തിൻ്റെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സത്യമേവ ചെയ്തെന്ന് അംഗീകരിക്കുക. കോടതിയിൽ കിടക്കുന്ന അഴുക്കുണ്ടല്ല വിസർജിച്ചിട്ടിരിക്കുന്ന ആര് ആൻ്റണി വിസർജിച്ചിട്ടിരിക്കുന്ന അത് കഴിക്കാനുള്ള യോഗ്യത ആർക്കാണുള്ളത്? അയോഗ്യനായ ആരാണ്? രമേശ് അല്ല ഇദ്ദേഹമാണോ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ആരാണ്? CPM-നെ ഇപ്പോഴത്തെ ഇടതുപക്ഷം മുന്നണിക്കുകയും ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ആ നുണ നേരെയാക്കാം. അത് ഒരിക്കലും ഒരു പെരുമാറ്റച്ചട്ടത്തെയും ബാധിക്കില്ല. കാരണം നിലനിൽക്കുന്നൊരു ഒരു കോടതിയുടെ നമ്മൾ റിമൂവ് ചെയ്യണ കുറ്റകൃത്യമൊന്നുമല്ല കേട്ടോ. അത് ഒരു ഇലക്ഷൻ ചട്ടത്തിന് എതിരെയുള്ള പ്രത്യേക അവകാശങ്ങൾ കൊടുക്കണം. അവകാശമായി കഴിഞ്ഞ കോടതിയിൽ ആ അവകാശം റിലീസ് ചെയ്യാവുന്നതാണ്. പിണറായി ഗവൺമെൻറ് റിലീസ് ചെയ്യാം, ഉറപ്പായിട്ട് പറയാം. ഒരു രീതിയിലുള്ള പെരുമാറ്റച്ചട്ടവും ബാധിക്കില്ല. പെരുമാറ്റച്ചട്ടം ബാധിക്കാത്ത എന്തുകൊണ്ടെന്നാൽ അത് കോടതിയിൽ നടക്കുന്ന ഒരു ശരി നടപ്പാക്കണം, അല്ലാതെ പുതിയ ആനുകൂല്യമൊന്നും തരുന്നില്ല. ഈ പറഞ്ഞ ഡെയ്സ്റ്റോൺ അവകാശമായി കഴിഞ്ഞു ആ ഉത്തരവിലൂടെ. പിന്നെ അത് കൊടുക്കാതെ ഇട്ടുകൊണ്ടിരിക്കുന്ന കുറ്റകരമായ നടപടിയാണ് നാളെ വരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ് നീതിപൂർവം അത് കൊടുക്കുക. അത് ഒരു ഇലക്ഷൻ ചട്ടത്തെയും ബാധിക്കില്ല. കോടതിയിൽ കിടക്കുന്ന ഒരു വിട്ടുപോയ കാര്യം ചെയ്യുകയാണ്, അല്ലാതെ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു ആനുകൂല്യം ചെയ്യുന്നില്ല. പിണറായി ഗവൺമെൻറ് രജിസ്റ്ററിൻ്റെ പൈസ തരുന്നതുകൊണ്ട് ആർക്കും ഒരു ആനുകൂല്യമായിട്ടല്ല തരുന്നത്. അത് അവകാശമായി കഴിഞ്ഞു. അത് കൊടുക്കരുതെന്നൊരു കോടതിക്കും പറയാൻ പറ്റും, ഒരു ഇലക്ഷൻ കമ്മീഷനും പറയാൻ പറ്റില്ല. ഇത് ഇലക്ഷൻ കമ്മീഷണർ പുതിയ വല്ലതും കൊടുക്കരുതെന്നാണ് പറയണം. ഇത് ഉള്ള സാധനം അവർക്ക് അർഹതപ്പെട്ട സാധനം സംസ്ഥാന ജീവനക്കാർക്ക് അതെടുത്ത് കൊടുക്കണതിന് പിണറായി ഗവൺമെൻറ്റിന് ആരോപണം ഉണ്ടാക്കാൻ പറ്റില്ല, ഉറപ്പ് പറയാം. പിണറായി ഗവൺമെൻറ് പറ്റില്ലെന്ന് പറയാൻ കാരണം അത് ഒരു അവകാശം ആയി കിടക്കുകയാണ്, പുതിയതായിട്ട് ഒന്നുമില്ല. പിന്നെ അത് പിന്നീട് വന്ന ഗവൺമെൻറ് കൊടുക്കാതിരുന്നത് അവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ തീരാൻ പോകുന്ന ഗവൺമെൻറ് അവരുടെ അവസാന ദിവസം വരെ അത് കൊടുക്കാനുള്ള സന്നദ്ധമാണ്. കൊടുക്കാൻ നിയമപരമായി ഒരു തെറ്റുമില്ല, ഒരു ഇലക്ഷൻ കമ്മീഷൻ വരില്ല തടസ്സത്തിനായിട്ട്. പിന്നെ രാഷ്ട്രീയക്കാർ വെറുതെ തടസ്സം ഉണ്ടാക്കാൻ കൊടുക്കരുതെന്ന് പറയും. UDF കുറേ ഉറപ്പാണ് കൊടുക്കേണ്ട കാര്യമില്ല, ആൻ്റണിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിലനിർത്താം എന്ന് പറയാം. പക്ഷെ അത്തരം കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിയമപരമായിട്ട് അവകാശമായി കഴിഞ്ഞു. 2004 ഏപ്രിൽ 1 ഉള്ള ഉത്തരവിലൂടെ കോടതി അങ്ങനെ അതിനകത്ത് കണ്ടു. അങ്ങനെ വരാൻ കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി കൊടുക്കാൻ തയ്യാറായി. കാരണം അദ്ദേഹത്തിന് വേറെ മാർഗ്ഗമില്ല. നിയമപരമല്ലാതെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ല. കാര്യം എന്തെങ്കിലും ചെയ്തതിന് വല്ലതിനും വാലിഡിറ്റി ഉണ്ടോ പുള്ളിയത്? സമരം തന്നെ പോലെ തന്നെ കേട്ട് ആ ഉത്തരവ് യാതൊരു നിലനിൽപ്പില്ല. ഇടത്തിലേയും കൂടെ ഒരാൾ സംസ്ഥാന ജീവനക്കാരെ എടുത്തു കളഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് പറയാം. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നടക്കില്ല, കോടതിയുടെ മുമ്പ് ഇരിക്കില്ല. അദ്ദേഹം മനോരമയുടെ ആരോ പറഞ്ഞു, മനോരമയാണല്ലോ അദ്ദേഹത്തിൻ്റെ രക്ഷകൻ, അതങ്ങ് കൊടുത്തെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞങ്ങളേറ്റുന്നു മനോരമയുടെ വീട്ടിൽ മറ്റു പത്രക്കാരല്ല ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ച് കിടക്കുമല്ലേ, സെക്രട്ടറിൻ്റെ അവിടെ കെട്ടിക്കിടന്ന് വെള്ളം വാങ്ങിച്ചു നിന്ന് കിടക്കുമല്ലോ പത്രക്കാരെല്ലാം, മീഡിയകളെല്ലാം. മെയിനായിട്ടുള്ളവർക്ക് ഇവരിങ്ങനെ ഏഷ്യാനെറ്റ് അവർ ജന്മനാന്നുള്ളേ പറയുള്ളൂ. അവരവരുടെ ഡെയിലി പറയും.
നേരോടെ ഇതിന് നുണ പറയണോണ്ടാണ്. അല്ല ഇതൊരു സാധാരണ ഞാൻ നുണ പറയാറുള്ളൂ, ഞാൻ നേരെന്ന് പറയണം, ഞാൻ നേര് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരെ പറയാറുള്ളൂ. ഇത് ഡെയിലി പറയണതിൻ്റെ അർത്ഥം എന്താ? ഒരു കുഴപ്പക്കാരാണെന്നല്ലേ. ഡെയിലി നിർഭയമാണെന്നുള്ള പറയണത് ശരിയാണ്. നേര് പറയുന്നത് ഇപ്പോഴത്തെ ഭയങ്കര നിയമവ്യവസ്ഥയെ തന്നെ അവഹേളിക്കുകയാണ്. നുണ പറയുന്ന നിർഭയത്തോടുകൂടി പറയാൻ ചെയ്യും. അതായത് സത്യമേവ ജയതേ എന്ന നമ്മുടെ എന്താ പറയണ ഉപനിഷത്തുകളെ അംഗീകരിക്കണം. ഞാൻ അംഗീകരിക്കണമല്ലോ. നിങ്ങൾ ഒരുപാട് പേര് അംഗീകരിക്കണം, വരാത്തവരാ. പക്ഷേ ഭരിക്കാവുന്നവർക്കും പത്രക്കാർക്കും ഇത് നുണ ഒരു ഭൂഷണമെന്ന് കരുതിയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷൻ്റെ ഒരു പങ്കാളി എന്നുള്ളവർക്കാവുന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും പങ്കാളികളാണല്ലോ. നമ്മളൊരു ജനാധിപത്യ ക്രമത്തെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നിയമാനുസൃതമായ ജനാധിപത്യം, ഭരണഘടനാ ജനാധിപത്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തോന്നിവാസമല്ല. ആളെ കൂട്ടുകാർ വോട്ടുണ്ടാക്കി വന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമല്ലോ. ഇല്ല, നിയമാനുസൃതമായി ചെയ്യണം. ഞാൻ ഇവിടെ പറയാൻ വരുന്നത് ഈ കിങ്ങിനും പ്രജയ്ക്കും ഒരേ നീതി എന്നുള്ളതാണ് ഈ മഗ്ന കാർട്ട എന്നുള്ള ബ്രിട്ടനിലുണ്ടായ 13-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന ആ ഒരു പ്രമേയത്തിലുള്ളത്. അന്നത്തെ കിങ്ങിനും അന്നത്തെ ഇത് അതിന് ഏകദേശം അതിൻ്റെ ഉദാഹരണമാണ് ഈ അടുത്തിടയ്ക്ക് ബ്രിട്ടീഷ് രാജാവിൻ്റെ അനിയനെ പിടിച്ചകത്തിട്ടിരിക്കുക. ആൻഡ്രൂവിനെ. എന്താണ് അദ്ദേഹം നമ്മുടെ സെക്സ് സ്കാൻഡൽ ഉണ്ടല്ലോ, അവരുടെ എപ്ഷ്യൻ സ്കാൻഡൽ. അവിടുത്തെ ജെഫ്രി എപ്ഷ്യൻ്റെ ഐലൻഡിൽ കൊണ്ടുപോയി കുട്ടികളെയൊക്കെ ദുരുപയോഗപ്പെടുത്തിയ ആ ഒരു കക്ഷിയാണ് എപ്ഷ്യൻ. അതുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ബ്രിട്ടൻ എന്ത് ചെയ്തു? ഹൗസ് അറസ്റ്റിലാണ് അറിയാം. എപ്ഷ്യനേക്കാളും എന്ത് വലിയ കുറ്റമാണ് അധികാരം പിടിച്ചെടുത്തിട്ട് സ്നേഹം കൂടാതിരിക്കേണ്ടത്. എപ്ഷ്യൻ കുറ്റങ്ങൾ വളരെ സംസ്കാരത്തിന് എതിർപ്പ് ഉള്ള കാര്യമാണ്, കുഞ്ഞുങ്ങളെയൊക്കെ ഇത്. പക്ഷേ ഇത് അതിലും വലിയ കുറ്റമായി രാജ്യദ്രോഹം, സ്നേഹം കൂടാതിരിക്കുക, ജനദ്രോഹം. എന്നിട്ട് നേരെ അറസ്റ്റ് ചെയ്തൊന്നും വേണ്ട. അദ്ദേഹത്തോട് പിന്നെ ഒരു കുറച്ചാണെങ്കിലും അവർ മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പറയണ്ടേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി. ഇപ്പോൾ ഇലക്ഷൻ വന്നിരിക്കുക, അദ്ദേഹം പിണറായി വിജയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കും. പിണറായി പിന്നെ ഒരു ദല്ലാളായിട്ടുള്ളതെന്ന് പറയുക. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ളതാണെങ്കിൽ ഇരിക്കുന്നത് പല അപാകതകളും ഉണ്ടാകും. അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. പക്ഷെ അത് പ്രതിപക്ഷമായിരിക്കും. ഇങ്ങനെ പ്രതിപക്ഷമാണ് രാജ്യദ്രോഹം ചെയ്ത ആൾ പ്രതിപക്ഷം. അത് അങ്ങനെ ചെയ്തൊരാളിനെ ഈ പിണറായി വിജയെ തൊടാനുള്ള ഒരു അക്ഷരം പറയാനുള്ള അവകാശമില്ല. അന്നത്തുണ്ടെങ്കിൽ പിന്നെ മിസ്റ്റർ ആൻ്റണി പറയണം, പിണറായി വിജയനോട് പൈസ കൊടുക്കാൻ പറയണം, കാരണം വരുന്ന ഗവൺമെൻറ്റിനോട് ഈ ചെയ്തതിന് മാപ്പ് പറയണം. അതല്ലാതെ ഇങ്ങനെ മകനെ BJPക്ക് സംഭാവന ചെയ്തിട്ട് രക്ഷപ്പെട്ടെന്നിരിക്കുകയാണ്. ദേശീയ പറ്റിയ അന്വേഷണമൊന്നും വരത്തില്ല. മറ്റേ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഇനി പേടിക്കാനില്ല. ഈ മിലിറ്ററിയുടെ വരുന്ന ഡിഫൻസ് ഉള്ള കൊള്ളർദായ്മകളൊക്കെ ക്ഷമിച്ചോളുമെന്നാണ് മകനെ ഒരു ഇത് കൊടുക്കുമല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഈ നമ്മുടെ ശിവാജി ഉണ്ടല്ലോ, അഡ്ജസ്റ്റ്മെൻ്റ് എന്ന കളിക്ക് മകനെ റാൻസമായിട്ട് കൊടുത്തു. ആർക്ക്? ഔറംഗസീബിനും. അതൊരു രക്ഷപ്പെടാനുള്ള തന്ത്രമാണ്. ഔറംഗസീബ് ശിവാജി എടുത്ത ഒരു തന്ത്രമാണിത്, മകനെ കൊടുക്കുക റാൻസം. അതുകൊണ്ടൊന്നും കുറ്റകരമായ നടപടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മനസ്സാക്ഷിക്ക് നിരക്കാത്താണ് ഇതൊക്കെ. സ്നേഹം കൂടാതിരിക്കുക, ആളുകളില്ല, ആദിവാസികളെ വെടിവെച്ചിടുക, ഇതൊക്കെ അദ്ദേഹത്തിന് വിനോദമായിരുന്നു അറിയുക. ഇപ്പോൾ ആ വിനോദം കഴിഞ്ഞിട്ട് വന്നിട്ടിപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ ആളൊക്കെ ഇപ്പോൾ കേട്ടാൽ എനിക്ക് തോന്നണം പുള്ളിക്കൊരു മുഖ്യമന്ത്രിയെ കൊള്ളാമെന്നൊന്നും കേട്ടോ. പുള്ളി ആകെ പിണറായി ആക്രമിക്കുകയും ഒരു സുഖമുണ്ടല്ല. അപ്പോൾ നേതാവാണോ പിണറായി കയറി ആക്രമിക്കുക നേതാവല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ ചിലവാകത്തില്ല. കാലം മാറിക്കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അവിടെ പത്രക്കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ആര് വിചാരിച്ചാലും ഹൈക്കോടതി റെക്കോർഡിൽ കിടക്കുന്നതാണ് സംസ്ഥാന ജീവനങ്ങളുടെ സമരത്തിന് ആധാരമായ ഉത്തരവും അതോടൊപ്പം തന്നെ ഡെയ്സ്റ്റോൺ ഏർപ്പെടുത്തിയ ഉത്തരവും പിൻവലിച്ചു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമിച്ചു ഇറങ്ങിപ്പോയതാണ് ആൻ്റണി. ആനെ പിന്നെ പറയാം പിണറായി ചെയ്തു. അല്ലോ എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ ആനകളെ ചെയ്യേണ്ട എന്തെങ്കിലും.
തെമ്മാടത്തിനെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് വിടുക അറിയാൻ ഒരു കാര്യമില്ല ഇവിടെ. ക്രിസ്ത്യാനിറ്റി നിങ്ങൾ മാന്യമായിട്ട് മാപ്പ് പറയുക, നുണ പറഞ്ഞതിനും സ്നേഹം കൂടാൻ പറ്റും. ശരിയല്ല, ചരിത്രത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഔട്ട്വിട്ടേ പോകും, നിങ്ങൾ സത്യസന്ധനുമല്ല സ്നേഹമില്ലാത്തതാണ്. അപ്പോൾ ആ രണ്ടും ഗാന്ധി പറഞ്ഞേക്കുന്നത് സ്നേഹം ദൈവവും സത്യവുമാണെന്നാണ്. സ്നേഹം ദൈവവും സത്യവുമാണ്. ദൈവം സ്നേഹമെന്നല്ല അത് ബൈബിളാണ് പറയുന്നത്. അത് ഓരോ ആശയപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്നേഹം ദൈവവും സത്യവുമാണെന്ന് പറയുമ്പോൾ സത്യത്തിന് അദ്ദേഹം നില കൊടുത്തു. അതായത് നമ്മുടെ മണ്ഡപോപനിഷത്തിൽ അഥർവവേദത്തിലുള്ള മണ്ഡപോപനിഷത്ത്, ആ ഉപനിഷത്തിലെ വചനമാണ് സത്യമേവ ജയതേ. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പത്രക്കാരും കുറേ രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് ഒരു എന്താ ഇപ്പോൾ പറയുന്ന വാക്കുണ്ടല്ലോ, എന്താണ് ഡീല്, അതെ ഡീല്, എല്ലാവരും കൂടെ ചേർന്ന് ഡീലുണ്ടാക്കിയത്. BJP-യുടെ പഴയ ഡീലിൽ പങ്കാളിയാണ്. അവർ സൈലൻ്റാണല്ലോ. അല്ലെങ്കിൽ ഈ നുണയെപ്പറ്റി ഒരക്ഷരം പറയാൻ തരായിട്ടുള്ള BJP-യുടെ ലീഡർഷിപ്പ്, ഇന്ത്യയുടെ ലീഡർഷിപ്പ്. അപ്പം അങ്ങനെ ഒരു ഡീലുള്ളപ്പോൾ എന്തിനെതിരെ? ഉപനിഷത്തുകൾക്കെതിരെ, സംസ്ഥാന ജീവനക്കാർക്കെതിരെ, സംസ്ഥാന ജീവനക്കാർക്ക് എതിരെ, ഉപനിഷത്തിനെതിരെ. എന്തിനാണ് ഉപനിഷത്ത്? ഭരണഘടനയ്ക്കെതിരെ. ഭരണഘടന ഭരണഘടനയില്ലല്ലോ. ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും ഇലക്ഷനിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന രഹസ്യ ഉദ്ദേശമായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത് കാറാട്ടം. തമാശക്കാരായിട്ടാണ്. അപ്പോൾ ആളുകൾക്ക് ഓർമ്മയില്ലേ? ആ പത്രങ്ങൾ മറവിക്കൊണ്ടുവന്നാലും ആളുകൾ ഓർക്കും. എൻ്റെ ഉത്തരവാദിത്വമാണ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ആ പറഞ്ഞതാണ് അങ്ങനെ അധിക നാൾ റെക്കോർഡിൽ കിടത്താൻ പാടില്ല. നമ്മുടെ ജുഡീഷ്യറിയുടെ അവഹേളനമാണ് അറിയാം. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു ചരിത്രമുണ്ട്. അതിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിമാർ കുട്ടിക്കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമുള്ള അത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. സത്യമായ ചെയ്തതൊന്നും അറിയത്തില്ല, എന്തെങ്കിലും എഴുതിയിട്ട് വിധിയിട്ടിട്ട് പോവുകയാണ്. അതല്ല ഇവിടെ ചില മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം വിധി പറയാൻ. ഇപ്പോൾ നമ്മൾ നിലപാട് നമ്മൾ എടുത്തു ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2001 ഈ ചതിയൻ സത്യവാദം ഉണ്ടല്ലോ, ഫോർത്ത് ഡോക്യുമെൻ്റ്, ആ വ്യാജ സത്യവാദം എഴുതിയാണ് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗവർണർക്ക് പോകും. അതൊരു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ പഴയ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരിക്കലും ഒരു ഭരണഘടന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പാടില്ലാത്തത്. ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ പറഞ്ഞുകൂടെ, മലയാളത്തിലാണെന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഒരു ജസ്റ്റിസിനെ, സുഖ്ദേവ് സിംഗ് കാങ്ങിനെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ പുള്ളി ഫോർജറി ചെയ്ത് ഡിസീറ്റ് ചതിയും ചെയ്തു. അദ്ദേഹത്തിന് ക്രിമിനലായിട്ട് കേസ് എടുക്കണമെന്ന് പറയാനായിട്ട് ഞങ്ങളുടെ ഫോറം ആവശ്യപ്പെടണം. ഒരു പക്ഷേ പിണറായി ഗവൺമെൻറ് അത് പരിശോധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പിണറായി ഗവൺമെൻറ് ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ അന്നത്തെ 38 ശമ്പളം പിൻവലിച്ചു എന്നാണ് ഹൈക്കോടതി കിടത്തുന്നത് ശരിയല്ല. ഇലക്ഷൻ സമയമാണെങ്കിലും അത് കൊടുക്കാം, മറ്റൊന്നും കൊണ്ടല്ല. അത് കോടതിയിലുള്ള റെക്കോർഡിലുള്ളൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചിട്ടില്ല. ഒരു വലിയ സമൂഹത്തിൻ്റെ അവകാശം അടിച്ചമർത്തിയ ഒരാളെ നമ്മൾ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അദ്ദേഹം എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് മനോരമ. പുതിയ രംഗത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് മനോരമയുടെ ലക്ഷ്യങ്ങളും നടപ്പാക്കാൻ ഇനി ഇദ്ദേഹം കൊടുക്കാൻ തീരുമാനിച്ചാൽ അവർ എഡിറ്റോറിലൊക്കെ ഇടുവാർ ഇഷ്ടം കൂടുതൽ തെറ്റാണെന്നൊക്കെ പറയും. അത് കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരെഡിറ്റോറിൽ എനിക്കറിയാം. ഇവിടെ എഡിറ്റർ ഞാൻ പറഞ്ഞപ്പോൾ അവർ എഡിറ്റോർ എഴുതി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇലക്ഷൻ സ്വാധീനിക്കുള്ളൂ. ഇലക്ഷൻ സാധിക്കുന്നില്ല. കൊടുത്താൽ ഒരു കുഴപ്പമില്ല. കാരണം അത് ഒരു നിയമഭാഷ സ്ഥാനമാണ്. ശമ്പളം പോലെ പോകാൻ ദിവസം ശമ്പളം കിട്ടുന്നവർ നമ്മുടെ ഡിവായ സ്ഥാനം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് മനോരമയല്ല, കേരളബന്ധമല്ല, മാതൃഭൂമി എന്ത് എഡിറ്റോറിയൽ എഴുതിയാലും അത് തെറ്റല്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കാം. എല്ലാവരും ഇത് ഞാനീ പറയണമെന്ന് വെച്ചാൽ ഞാനീ പറയുന്നതൊന്നും പേപ്പർ വരില്ല കേട്ടാ.
വേറെ പേപ്പർ മൊത്തമായിട്ട് തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വെച്ചിരിക്കും. ഇയാൾ കുഴപ്പക്കാരനാണ്, അത്യാവശ്യം മാറ്റിയ ആളാണ് ഇയാൾ വേറെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത നിർദ്ദേശം കൊടുത്തേക്കണം. അതൊന്നും നടക്കുന്നത്. ഞാൻ ഇവർക്ക് പ്രസ് കോൺഫറൻസ് കൊടുത്തിട്ടുണ്ട്, പ്രസ് കോൺഫറൻസ് ഞാൻ പറയാതെ കൊടുത്തിട്ടുണ്ട്. സത്യം ഇവരെ കൊടുത്തിട്ടുണ്ട്. അവർ സ്നേഹം കൂടാതെ ഇരിക്കാന്നെടുത്തവരെ ഇവർ മന്ത്രിമാർ വന്ന് ഇവിടെ പ്രചരിപ്പിച്ചു. ആ ഡിസീറ്റല്ലേ, ചതിയല്ലേ ഇത്, ചതിയല്ലേ മഹാത്മാരാമക്കാർ ചെയ്ത്, ഏഷ്യാറ്റുകാരൻ ചെയ്ത്. നിങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വിവരമില്ലാതെ ധരിച്ചുകൊണ്ട് സ്നേഹം കൂടാതെ ഇരിക്കാൻ സത്യം എടുത്തവർക്ക് മന്ത്രി മുഖ്യമന്ത്രിയുടെ കൂടെ ഇപ്പോഴും പേപ്പർ എഴുതുമല്ലേ, ലജ്ജയില്ല എനിക്ക്. നിൽക്കട്ടെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞ ചില പറയേണ്ട കാര്യം പറയാൻ അനുവദിക്കുന്നില്ല ആരും മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഭാഗ്യം കൊണ്ട് മോഡേൺ ടെക്നോളജി എനിക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ശ്വാസം മുട്ടുകയായിരുന്നു. വരട്ടെ, നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എല്ലാവരുടെയും നന്മ വരട്ടെ. ഞാൻ നിർത്തട്ടെ.